വേൾഡ് കപ്പ് നേടുന്ന ടീമിനെ പ്രവചിച്ചാൽ 1 കിലോ മത്സ്യം സൗജന്യമായി നൽകാമെന്നായിരുന്നു പാലക്കാട് ഒറ്റപ്പാല സ്വദേശിയായ സെയ്ദ് അലവിയുടെ വാഗ്ദാനം. പരിപാടി വമ്പൻ ഹിറ്റായതോടെ 1330 പേർ മത്സരത്തിൽ പങ്കെടുത്തു. 174 പേർ വിജയികളുമായി. ഇപ്പോൾ ഇവർക്ക് സമ്മാനം നൽകുന്ന തിരക്കിലാണ് സെയ്ദ് അലവി. വേൾഡ് കപ്പ് കഴിഞ്ഞു. സ്പെയിൻ കപ്പുമായി നാട്ടിലെത്തി. പക്ഷേ സെയ്ദ് അലവിയുടെ മീൻകടയിൽ കാൽപന്തിൻ്റെ ആവേശം കഴിഞ്ഞിട്ടില്ല. വേൾഡ് കപ്പ് സമയത്ത് സെയ്ദ് അലവി ഒരു മത്സരം നടത്തിയിരുന്നു. ജേതാക്കളെ കൃത്യമായി പ്രവചിക്കുന്നവർക്ക് 1 കിലോ മത്സ്യം സൗജന്യമായി നൽകും. പ്രവചന മത്സരം നാട്ടിൽ ഹിറ്റായി. 1330 പേർ മത്സരത്തിൽ പങ്കെടുത്തു. ഇതിൽ 174 പേരാണ് കൃത്യമായി സ്പെയിൻ വിജയിക്കുമെന്ന് പ്രവചിച്ചത്. 1500 കൂപ്പണാണ് അടിച്ചിരുന്നത്. അതിൽ 1300 ചില്ല കൂപ്പൺ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അർജന്റീനയ്ക്കാണ് എഴുതിയിരിക്കുന്നത്. അർജന്റീനയ്ക്ക് 300-ൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ സ്പെയിനാണ് കപ്പ് എടുത്തത്. സ്പെയിൻ്റെ പ്രവചനം 175 ഉണ്ടായിരുന്നു. 175 കൂപ്പൺ സ്പെയിന് കിട്ടിയിരുന്നു. അപ്പോൾ സഹകരിച്ചവർക്ക് എല്ലാവരും നന്ദി. ഇതിനോടകം 60 കിലോ മത്സ്യമാണ് സമ്മാനത്തിന്റെ ഭാഗമായി നൽകിയത്. അയിലയോ മത്തിയോ നത്തോലിയോ ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇനിയും നിരവധി പേർ സമ്മാനം കൈപ്പറ്റാനുണ്ട്. വിജയികൾ ആരെങ്കിലും കർക്കിടക മാസമായതിനാൽ മത്സ്യം കഴിക്കാത്തവരാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അടുത്ത മാസം കൂപ്പണുമായി എത്തിയാൽ മത്സ്യം ലഭിക്കും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിൾ VS ചേരുന്നുണ്ട് തത്സമയം. ഗൂഗിളെ, സ്പെയിൻ കപ്പും കൊണ്ട് നാട്ടിലെത്തി. ഏതാണ്ട് അവരുടെ ആഘോഷം വരെ തീർന്ന മട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ കാൽപന്തിന്റെ ആവേശം ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും അതെ, സാധാരണക്കാരായ മനുഷ്യർ പോലും കാൽപന്തിനെ എങ്ങനെ നെഞ്ചിലേറ്റുന്നു എന്നുള്ളതിന്റെ ഒരു രസമുള്ള കാഴ്ചയാണ്. കാരണം ഉപജീവന മാർഗത്തിന് വേണ്ടി അന്നന്ന് മത്സ്യം വിൽക്കുന്ന ഒരാളാണ് സെയ്ദ് അലവിയും. പക്ഷേ ഇതാ 1 കിലോ മത്സ്യം ഫ്രീ ആയി നൽകാം, അത് സമ്മാനം കൃത്യമായി പ്രവചിക്കുന്ന ആളുകൾക്ക് സമ്മാനമായി നൽകാം എന്നുള്ള ഒരു വാഗ്ദാനമായിരുന്നു അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ പാലിക്കുകയുമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിലടക്കം വലിയ ലോകകപ്പിനൊക്കെ അത്ര ആവേശത്തോടെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സംഭവം തെളിയിക്കുന്നത്. സെയ്ദ് അലവി ഒരു സാധാരണ മത്സ്യക്കച്ചവടക്കാരനാണ്. ഒരു ദിവസം ഇപ്പോൾ 1000-2000 ഒക്കെ മാത്രം മിച്ചം വച്ച് ലഭിക്കുന്ന അത്രയൊക്കെ പണമുള്ള ഒരാളാണ്. അത്ര സാധാരണക്കാരനായ ഒരാളാണ്. അയാളാണ് ഈ മത്സരങ്ങളിൽ ജയിച്ച 174 പേർക്കും ഓരോ കിലോ വീതം ഇത്തരത്തിൽ മത്സ്യം നൽകുന്നത്. അത് ഒരു ശരാശരി ഒരു 100-120 രൂപയൊക്കെ 1 കിലോന് വരും. അങ്ങനെ 174 പേർക്ക് ഈ മത്സ്യം നൽകണം. അപ്പോൾ അയാളുടെ ഒരു വലിയ എത്രയോ ദിവസത്തെ കൂലിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണമാണ് ഇങ്ങനെ സൗജന്യമായി നൽകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ സെയ്ദ് അലവി ഒരു അർജന്റീന ഫാനാണ്. അപ്പോൾ ഒരു തോൽവിയുടെ വിഷമമൊക്കെ ഉണ്ട്. എന്നിട്ടും സ്പെയിൻ ജയിച്ചപ്പോൾ ആരാധകർക്ക് താൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു. ആ നടത്തിയ മത്സരത്തിൽ എല്ലാ വിജയികൾക്കും മത്സ്യം നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വികാരമാണ്. എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നുള്ളത് തെളിയിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഓരോ സാധാരണക്കാരൻ, ഇപ്പോൾ സെയ്ദ് അലവി എന്ന് പറയുന്നത് സാധാരണക്കാരനാണ്. അയാൾക്കും ഇത്തരത്തിലുള്ള വേൾഡ് കപ്പിന്റെ ഒക്കെ തന്നെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ മത്സരങ്ങൾ നടത്തുന്നു. ഒരു സന്തോഷമാണ്, നാട്ടുകാർക്കൊക്കെ തന്നെ സന്തോഷമാണ്. 1 കിലോ മത്സ്യമാണ് അതിൽ വിജയികളായവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നാട്ടിലെ ഒരു പൊതു സന്തോഷത്തിന്റെ ഭാഗമായി മാന്ത്രികത എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരെ പോലും എല്ലാവരെയും ഒന്ന് ചേർക്കുന്ന ഒരു മാന്ത്രികത കാൽപന്തിനുണ്ടായി.